Hi friends, Mr. Adarante പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. നമ്മളിലെ 100% പേരും ഇപ്പോൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. ഒന്നല്ലെങ്കിൽ മൊബൈലിൽ, അല്ലെങ്കിൽ വീട്ടിൽ വൈഫൈ, അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് കാണും. ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 10 വീട് കാണുമെങ്കിൽ ഒരു 6 വീട്ടിലെങ്കിലും മിനിമം ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ ഫൈബർ നെറ്റ് കണക്ഷൻ ഉറപ്പായിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിനാവാം, അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തത്തിന്റെ കാര്യത്തിനാവാം, അല്ലെങ്കിൽ നോർമൽ യൂസേജിനും കൂടി ആവാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒന്നില്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തത്തിന്, അല്ലെങ്കിൽ IT സംബന്ധമായിട്ടുള്ള ജോലിയുള്ളവർക്കൊക്കെ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ അവരുടെ ജോലി കാര്യത്തിനൊക്കെ ആയിട്ടാണ് ബ്രോഡ്ബാൻഡ് ഒക്കെ വീട്ടിലെല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയാലും ജോലിയുടെ കാര്യമായാലും നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട കാര്യങ്ങളൊന്നാണ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡ് സർവീസ്. കാരണം വർക്ക് എപ്പോൾ ഇന്റർനെറ്റ് കട്ടാവുന്ന അപ്പോൾ പലർക്കും ജോലി ചെയ്യാൻ പറ്റാതെയും, അതേപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയും. അപ്പോൾ അതിന് ഒന്നാമത്തെ കാര്യം ബ്രോഡ്ബാൻഡ് സർവീസ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് വരണം. അതങ്ങനെ കട്ടാവത്തൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം എങ്ങാനും കുറച്ച് നേരത്തേക്ക് കട്ടായാലായി. പക്ഷെ അതിലുപരി ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴയൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത്, ഈ സമയത്ത് ഡെയിലി ഒരു പ്രാവശ്യം എങ്കിലും പവർ കട്ട് നമ്മുടെ ഏരിയയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് UPS ഇൻവേർട്ടറൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഒരു സീനും ഇല്ല, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ ജനറേറ്റർ ഉണ്ട്, പക്ഷെ ആ സ്വിച്ച് ചെയ്യുന്ന ടൈം 5 സെക്കൻഡോളം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ വൈഫൈയിലേക്കുള്ള പവർ സപ്ലൈ ഡിസ്കണക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കറണ്ട് കണ്ട സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ ഒരു ഓട്ട്കറിൻ്റെ മിനി വൈഫൈ UPS. ഇതിപ്പോൾ 12 വോൾട്ടിൻ്റെ ഉള്ള ഏതൊരു ഡിവൈസും നിങ്ങൾക്ക് ഈ ഒരു UPS ആയിട്ട് കണക്ട് ആയിട്ട് യൂസ് ചെയ്യാം. 2 മണിക്കൂർ വരെയാണ് ഈ ഒരു കമ്പനി ബാക്കപ്പ് പറയുന്നത്. ഇത് ഞാൻ വാങ്ങിയത് ക്രെഡ് എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ 1490 രൂപയാണ്. ക്രെഡ് വഴി വാങ്ങിയപ്പോൾ എനിക്ക് 950 രൂപയ്ക്ക് കിട്ടി. ബാക്കി 550 രൂപ ഡിസ്കൗണ്ട് ക്രെഡ് പോയിന്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ക്രെഡ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ അതിനെക്കുറിച്ച് തനി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്രെഡ്. ആ ഒരു വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ക്രെഡ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം. ആമസോണിൽ പ്രൈസ് കുറച്ച് കൂടുതലാണ്, 1490. അത് ഏതൊരു വെബ്സൈറ്റിലും 1490 ആണ്. ക്രെഡിൽ മാത്രമേ 950 രൂപയ്ക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ IT പ്രൊഫഷണൽസും അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബ്രോഡ്ബാൻഡ് ഉള്ള വീട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബ്രോഡ്ബാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങേണ്ടതും അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നാണ്. നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻസ് നോക്കിയേക്കാം. അതിനുശേഷം ഒരു വൈഫൈ റൂട്ടർ ഉണ്ട്, ഇതിപ്പോൾ കണക്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇത് കണക്ട് ചെയ്തിട്ട് പവർ ഓൺ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പാക്കേജിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. ഒന്നുമില്ല ഫ്രണ്ടിൽ, ബാക്കിലാകപ്പാടെ മിനി ഓട്ട്കർ UPS എന്ന് എഴുതിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. 2000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. ഔട്ട്പുട്ട് പവർ 24 VA. പവർ റിക്വയർമെൻറ്റ് 12 വാട്ട്സ്. സപ്പോർട്ട്സ് 12 വാട്ട് ഡിവൈസസ്. അപ്പോൾ ഈ മോഡം മാത്രമല്ല, 12 വാട്ടിൻ്റെ ഏതൊരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യും. 2 മണിക്കൂർ വരെ ചാർജ് ഈസി ആയിട്ട് കിട്ടും. നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ പ്ലഗ് ആൻഡ് പ്ലേ ഇൻസ്റ്റലേഷൻ്റെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോയിലേക്കുള്ള ലിങ്ക് QR കോഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം. നന്നായിട്ട് പാക്ക് ചെയ്ത്, പിന്നെ അതേ പല ടൈപ്പ് പിന്നുകൾ. അപ്പോൾ പല ഡിവൈസുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നില്ല, അപ്പോൾ അതിനനുസരിച്ച് കൺവേർട്ട് ചെയ്യാനുള്ള പിന്നുകളാണ്. ജസ്റ്റ് ഒരു പവർ ബാങ്ക് പോലെ തന്നെ ഇരിക്കുന്നത്. ചെറിയൊരു പവർ ബാങ്ക് തന്നെയാണ്. 2000 mAh UPS പോലെ വർക്ക് ചെയ്യുന്ന ഒരു പവർ ബാങ്ക്. അപ്പോൾ ഇതാണ് സാധനം. ഒരു കോഡ് കൊടുത്തിട്ടുണ്ട് വാറണ്ടി ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. പിന്നെ യൂസ് ചെയ്യണതിന് മുമ്പ് 6 മണിക്കൂർ ചാർജ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലുള്ളത് ഓട്ട്കർ മിനി UPS എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഓൺ ഓഫ് ബട്ടൺ, ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ 2 രീതിയിലുള്ള പ്ലഗ്സ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് സ്യൂട്ട് ആവുക അതനുസരിച്ച് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല ഇൻപുട്ടിലും നമുക്ക് 2 രീതിയിലുള്ള പ്ലഗ് പോയിന്റ്സ് വയ്ക്കാനുള്ള സോക്കറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മുടെ അഡാപ്റ്റർ സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഈ ഒരു പ്ലഗ് പോയിന്റിലേക്ക് കൊടുത്താൽ മതി. കാരണം ഇത് 2 രീതിയിലാണ് ഒരുവിധം എല്ലാ അഡാപ്റ്റേഴ്സും വരിക 12 വാട്ടിൻ്റെ. ഇപ്പോൾ ഏതൊരു ഡിവൈസിൻ്റെയും അടിയിൽ കൊടുത്തിട്ടുണ്ടാവും പവർ റിക്വയർമെൻറ്റ്. ഇത് 12 വാട്ട് 1 ആംപിയറിൻ്റെ ഡിവൈസാണ് ഈ ഒരു റൗട്ടർ. അപ്പോൾ ഈ ഒരു ഡിവൈസ് 12 വാട്ട് 3 ആംപിയർ വരെയുള്ള ഡിവൈസസ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. 0.5 മുതൽ 3 ആംപിയർ വരെ. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ഡിവൈസ് ഈ ഒരു വൈഫൈ റൗട്ടറിൽ കണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് പവർ ഓൺ ആവുണ്ടോ എന്ന് നോക്കി നോക്കാം. ഇത് മോഡത്തിൻ്റെ അഡാപ്റ്ററിൻ്റെ കേബിളാണ്. ഇത് ഞാൻ ഇതിലേക്ക് നേരിട്ട് പ്ലഗ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നേരിട്ട് പ്ലഗ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവരുടെ തന്നെ ഒരു കൺവേർട്ടർ ഉണ്ട്. ചില ഡിവൈസസിന് നേരിട്ട് ആവാൻ പറ്റിയില്ലെങ്കിൽ, കുറച്ചുകൂടി ചെറുതാണെങ്കിൽ അതിനനുസരിച്ചുള്ള കൺവേർട്ടർ ഉണ്ട്. അത് വെച്ചിട്ട് വേണം പ്ലഗ് ഇൻ ചെയ്യാൻ. അപ്പോൾ ഇത് ഇതിലേക്ക് കണക്ട് ചെയ്തു. പ്ലഗ് പോയിന്റ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ചാർജ് കയറുന്നുണ്ടാവും. റൗട്ടറിലേക്ക് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്തിട്ട് ഓൺ ആക്കുകയാണ്. ഇത് ഓണായി. റെഡ് കത്തിയിട്ട് പോയി. നമുക്ക് വെയിറ്റ് ചെയ്യാം. പച്ച കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറുതായിട്ട് കത്തുന്നുള്ളൂ. വളരെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ ലൈറ്റ്. ഇപ്പോൾ വൈഫൈയുടെ സിമ്പിളൊക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ലൈറ്റ് കത്തുന്നുള്ളൂ, വളരെ മൈന്യൂട്ടായിട്ട് കത്തുന്നുണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഈ ചാർജിങ് പോയിന്റ് ഊരി കാണിച്ചു തരാം. എന്നിട്ട് പോലും ഇത് ഈ ലൈറ്റ് കട്ടാവാതെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നോക്കി കഴിഞ്ഞാൽ
കണ്ടോ, ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം 6 മണിക്കൂർ ചാർജ് ചെയ്യണമെന്ന് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്തിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 6 മണിക്കൂർ ആദ്യം ചാർജ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ റൗട്ടറായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ചെറിയ ഡിവൈസാണ്, പക്ഷേ വളരെയധികം യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴയൊക്കെ കാരണം ഇപ്പോൾ പല സ്ഥലത്തും ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന IT പ്രൊഫഷണൽസ് ആണെങ്കിലും അതേപോലെ തന്നെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ബ്രോഡ്ബാൻഡും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് വാങ്ങിയിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻവെർട്ടർ UPS ഉണ്ടെങ്കിൽ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ മാത്രം ഇത് വാങ്ങുക. നമുക്ക് 2 മണിക്കൂർ നേരത്തേക്ക് ഈസി ആയിട്ട് ചാർജ് നിൽക്കുന്ന ഒരു UPS ആണ് ഇത്. ഫസ്റ്റ് ടൈം മേടിച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ 6 മണിക്കൂർ ആദ്യം ചാർജ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇത് ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 1490 രൂപയാണ് ഇതിൻ്റെ വില. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല ക്രെഡ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ 950 രൂപയ്ക്ക് ക്രെഡിൻ്റെ ആപ്പിൽ സ്മാർട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാനത് ക്രെഡ് എന്നാണ് വാങ്ങിയത് 950 രൂപയ്ക്ക്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും ഈ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എന്നതിനെ ബ്ലോക്ക് എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ അൺബോക്സിങ്, ടെക് ടിപ്സ്, റിവ്യൂസിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.